ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും നല്ല കുട്ടികളായി പഠിക്കുന്നല്ലോ? അച്ഛനും അമ്മയൊക്കെ അനുസരിക്കുന്നുണ്ടോ? എക്സാമൊക്കെ ആയോ? ഇന്ന് നമുക്ക് ഒരു കഥയായാലോ? ഒരു ബൈബിൾ കഥ. നമുക്ക് ഇന്ന് ദാവീദിനെ കുറിച്ചും ഗോലിയാത്തിനെ കുറിച്ചുള്ള ഒരു കഥ പറയാം. പണ്ട് ഇസ്രായേലിൽ ദാവീദ് എന്നു പേരുള്ള ഒരു ആട്ടിടയൻ പയ്യൻ ഉണ്ടായിരുന്നു. അവൻ കാണാൻ ചെറിയ കുട്ടിയാണെങ്കിലും നല്ല ധൈര്യശാലിയായിരുന്നു. തൻ്റെ ആടുകളെ പിടിക്കാൻ വരുന്ന സിംഹത്തോടും കരടിയോടും അവൻ ഒറ്റയ്ക്ക് പൊരുതുമായിരുന്നു. അവിടെ ആ സമയത്ത് ആളുകളെ പേടിപ്പിക്കാൻ ഇസ്രായേലിൽ ഗോലിയാത്ത് എന്നുള്ള ഒരു രാക്ഷസൻ വന്നു. അവൻ ഒരു മലയോളം വലുപ്പമുള്ള ആളായിരുന്നു. കയ്യിൽ വലിയ വാളും കുന്തവുമൊക്കെ ഉണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് ഓടുമായിരുന്നു. ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ കൊച്ചു ദാവീദ് മുന്നോട്ട് വന്നു. രാജാവ് ചോദിച്ചു, "നീ ഒരു ചെറിയ കുട്ടിയല്ലേ? നിനക്ക് എങ്ങനെ ഈ രാക്ഷസനെ തോൽപ്പിക്കാൻ പറ്റും?" ദാവീദ് പറഞ്ഞു, "ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് പേടിയില്ല." അങ്ങനെ യുദ്ധം തുടങ്ങുന്നു. ദാവീദ് തൻ്റെ കയ്യിൽ വാളോ പരിചയമോ ഒന്നും എടുത്തില്ല. പകരം പുഴയിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകളെടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവണി എടുത്തു. ഗോലിയാത്ത് ദാവീദിനെ കളിയാക്കി ചിരിച്ചു. പക്ഷേ ദാവീദ് ഒട്ടും പേടിച്ചില്ല. അവൻ ഒരു കല്ല് കവണിയിൽ വെച്ച് വേഗത്തിൽ കറക്കി ഗോലിയാത്തിന് നേരെ ഒറ്റയേറി. കൃത്യം ഗോലിയാത്തിൻ്റെ നെറ്റിയുടെ നടുവിൽ തന്നെ കല്ല് കൊണ്ടു. ആ വലിയ രാക്ഷസൻ ധും എന്ന് നിലത്ത് വീണു. ഇസ്രായേൽ ജനത വലിയ സന്തോഷത്തിലായി. ദൈവം കൂടെയുള്ളപ്പോൾ എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാമെന്ന് ദാവീദ് തെളിയിച്ചു. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നമുക്ക് മനസ്സിലായത്? മക്കൾക്ക് എന്ത് ഗുണപാഠമാണ് ഇതിൽ നിന്ന് കിട്ടിയത്? നമ്മൾ എത്ര ചെറുതാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അന്ത്യത്തോളം കൂടെയുള്ള
ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കൂ